ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എഫക്റ്റീവായി തോന്നിയ ഒരു മെത്തേഡാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. റോസ്മേരി വാട്ടറിൻ്റെ മേക്കിങ്ങും ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം നമുക്ക് വേണ്ടത് റോസ്മേരി ഡ്രൈ ലീവ്സ് ആണ് കേട്ടോ. ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഖത്തറിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. മെയിനായിട്ട് കൊണ്ടുവന്നത് നമ്മൾ ഫുഡിലിടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഇതിന് നല്ല ബെനിഫിറ്റ്സ് ആണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ റൂട്ട് സ്ട്രെങ്ത് ചെയ്യാനും ഡാൻഡ്രഫ് മാറിയിട്ട് മുടിയൊക്കെ നന്നായിട്ട് വളരാൻ നന്നായിട്ട് സഹായിക്കും. കാരണം എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായ കാരണം കൊണ്ടാണ് ഞാനിത് പറയണത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ നിന്ന് മേടിച്ച കാരണം കൊണ്ട് ഇതിവിടെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അഡോണിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ റോസ്മേരി ഡ്രൈ ലീവ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്, ഫെനുഗ്രീക്ക്. ഇതിൻ്റെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റുള്ള സാധനമാണ് കേട്ടോ. ഇതും ആണ് നമുക്ക് വേണ്ടത്. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിൽ ഉലുവ ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ റോസ്മേരി ഡ്രൈ ലീവ്സിൻ്റെ വാട്ടർ എങ്ങനെ ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ എടുത്തേക്കണത് 1.5 ഗ്ലാസ് വെള്ളമാണ്. അതായത് എൻ്റെ മുടിക്ക് എത്രയാണ് ആവശ്യം അത്രയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒരു 1 വീക്ക് നമുക്കതങ്ങനെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഡ്രൈ ലീവ്സ് ഇട്ടെടുത്തുള്ളത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണാണ് ഉലുവ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് കുറച്ച് നന്നായിട്ട് തോന്നിയത്. ഒരുപാട് ഇട്ടുകൊടുത്തിട്ട് കാര്യമില്ലാന്ന് തോന്നി. അത് കാരണം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് തീരെ കുറഞ്ഞ തീയിൽ നമ്മളിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിക്കണം. എന്നാലാണ് നമുക്കിതിൻ്റെ കളറ് നന്നായി മാറി വന്നതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ തിളക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ഒരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ വരും. പിന്നെ നന്നായിട്ട് കളറ് മാറും. നമ്മളൊരു ചായ കെട്ടുള്ള അങ്ങനത്തെ ഒരു കളറായി മാറും കേട്ടോ ഇത്. ഇപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഇരുന്നാൽ ഒന്ന് നന്നായിട്ട് കളർ മാറും കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ തണുത്താൽ കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ടുള്ള കളറാവും. എന്നിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ അത്. ഇപ്പോൾ ഇങ്ങനെയാണ്, നല്ല ഡാർക്ക് കളറായില്ലേ. ഇപ്പോൾ അതിൻ്റെ അടിയിൽ അതൊക്കെ കിടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രേ ബോട്ടിലാക്കി കാണിക്കണം. ഞാനിത് കുളിക്കണ മുന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. അങ്ങനെ തന്നെ തലയിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് അങ്ങനെ ആക്കാറാണ്. വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് അങ്ങനെ ആക്കാറാണ് ചെയ്യാറ്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. നമുക്കിങ്ങനെ മുടി ഇങ്ങനെ പാർട്ടീഷനായി തിരിച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ തുണിയിലിട്ട് അരിക്കണം, കാരണം സ്പ്രേ ബോട്ടിലാക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കാറ് കേട്ടോ. എന്നിട്ട് നന്നായി പിഴിഞ്ഞ് അപ്പോൾ ആ ഉലുവയുടെ സത്തൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങണം. നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ കളർ കണ്ടില്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്സിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാനിത് 1 വീക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ 1 വീക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 വീക്കിൽ ഇടവിട്ടിട്ടുള്ള ഡേയ്സിലാണ് യൂസ് ചെയ്തത്. ആകെ 4 ഡേയ്സാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ആ ഫസ്റ്റ് ഡേ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നും. മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര സിൽക്കി ആയിട്ട് തോന്നും. പിന്നെ നല്ല ഷൈനി, അങ്ങനെ നല്ല ഇതായിട്ട് തോന്നും നമുക്ക്. ഞാനിങ്ങനെ എപ്പോഴും മുടി പിടിച്ച് ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ മുടി വന്നിരുന്ന ആളാണ്. എനിക്ക് തീരെ അങ്ങനെയൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമുക്കിത് ഇനി ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് മുടി ഇങ്ങനെ സെക്ഷനായിട്ട് മുടി ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് സെക്ഷനായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് ഇതാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുളി കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം, കുളിക്കണ മുന്നേ യൂസ് ചെയ്യാം. കുളി കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യുക നല്ലത്. അപ്പോൾ അധികം അങ്ങോട്ട് ആവില്ല. കുളിക്കണ മുന്നേയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഞാനൊരു ഹെയർ പാക്ക് പോലെയാണ് യൂസ് ചെയ്തിരുന്നത്. ഞാൻ അങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് വെള്ളം ഇങ്ങനെ തലയിൽ നല്ലോണം ആക്കിയിട്ട് മുടി അങ്ങനെ കെട്ടി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.